നല്ല കുട്ടികളെ ഏത് സമയത്ത് കൊണ്ടുവന്നാലും വിറ്റ് പോകുന്നത്. നല്ല കുട്ടികളെ കൊണ്ടുവരണം, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ നോക്കുകയാണ്. ഇപ്പോൾ 2 ലോഡ് വന്ന് കൊടുത്തു നമ്മൾ. ഇപ്പൊ മൂന്നാമത്തെ ലോഡ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ലോഡ് 1.5 മാസം കഴിഞ്ഞോളൂ. ഓ ശരി. അപ്പൊ നമ്മൾ നല്ല കുട്ടികളെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും ചിലവാൻ പറ്റും. സീസൺ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫാം ആരംഭിച്ചപ്പോൾ ശരിക്കും എത്ര ആളായി? ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം ആവും. 2 മാസം ആയി. ശരിക്കും നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെ? മണ്ണാർക്കാട് ആര്യമ്പാവ് എന്ന് പറയും, പാലക്കാട് ജില്ലയിൽ. ശരിക്കും നമ്മുടെ പാലക്കാട് ആദ്യം പറഞ്ഞ തന്നെ ഇഷ്ടംപോലെ ചന്തകളുള്ളൊരു സ്ഥലമാണ് അല്ലെ? മുറ ഫാമുകള് ഇപ്പൊ നിലവിൽ ഈ ഒരു ഫാം മാത്രമേ ഉള്ളൂ അല്ലെ? അത് മുറ ഫാം വിട്ട് കഴിഞ്ഞാൽ വിജയിക്കത്തില്ലേ? നല്ലത് കൊടുത്താൽ എവിടെയും വിജയിക്കുന്നു. എന്തും ഏത് നാട്ടിലും നല്ലത് കൊടുക്കുന്നവർക്ക് വിജയം ഉണ്ടാവും. കുട്ടികളൊക്കെ എവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഹരിയാന കുട്ടികൾ നേരിട്ടാണോ? ഡയറക്റ്റ് കൊണ്ടുവന്നാണ്. ബ്രോ തന്നെ പോയി എടുത്താണ് എടുക്കുന്നത്? ഓ ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു മിനിമം ഒരു ആഴ്ചയിൽ ഒരു ലോഡ് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാനാണ് ഇപ്പൊ നിങ്ങളുടെ പ്ലാൻ അല്ലേ? ആഴ്ചയിൽ ശനിയാഴ്ച എത്തുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത്? ഈ പ്രാവശ്യം വന്നേക്കുന്നത് 90 കുട്ടികളാണ്. 90 2 ലോഡായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? 2 ലോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരെയുള്ള കുട്ടികളെ നിലവിൽ ഇപ്പോൾ ഉള്ളത്? ഒരു 130 മുതൽ 200 വരെ, 250, 300 ആ റേഞ്ചിലുണ്ട്. ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പം ഈ കുട്ടികളെ ഇപ്പം മെയിനായിട്ട് ബ്രോ തന്നെയാണോ നോക്കിയെടുക്കുന്ന കുട്ടികൾ, അതോ നിങ്ങൾ? ഞാനൊരു സുഹൃത്തുക്കൂടെ. ഓ ശരി. അപ്പൊ നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കൊമ്പ് കണ്ടില്ല, കൊമ്പ് നോക്കും കൂടുതലായിട്ട്. പിന്നെ അതുപോലെ തന്നെ കാലിന്റെ ഉയരം നോക്കും, അതുപോലെ കുളമ്പുകൾ നോക്കും. ശരി. 2 ടൈപ്പ് കുളമ്പാണെന്നുള്ളത് നോക്കും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട കുട്ടികളെ മാത്രമേ നമ്മൾ പിടിക്കാറുള്ളൂ. അല്ലാതെ ഇപ്പം നേരത്തെ സാധാരണ ഇതിൽ ഇപ്പം ഏജന്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിലക്ക് കൊണ്ടുവരുന്നുള്ളൂ. അതായത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കർഷകര് വാങ്ങും, അല്ലെ കർഷകർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരും എന്ന് ഉറപ്പുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും മോശം പറയാൻ പാടില്ല, കൊണ്ടുപോയിട്ട് വളർന്നില്ല അങ്ങനത്തെ കംപ്ലൈന്റ് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം നോക്കിയിട്ട് നമുക്ക് 100% ബോധ്യപ്പെട്ട മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പാലക്കാട് മണ്ണാർക്കാടാണ് നമ്മുടെ ഫാം. നമ്മുടെ സൈഫർ ബ്രോ തന്നെ പോയി എടുക്കുന്ന കുട്ടികളാണ്. പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്ത്, കാരണം അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഒരു ഹിന്ദിക്കാരൻ സുഹൃത്ത് എന്തായാലും കാണണം. അവിടെ നിന്ന് എടുക്കാൻ എന്തായാലും ഒരാൾ വേണം എന്തായാലും. അപ്പോൾ പുള്ളിക്കാരൻ എടുക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ആണല്ലോ ഇതൊക്കെയാണ്. ഈ പ്രാവശ്യം വരുന്ന കുട്ടികളാണ്. നമുക്ക് 130 മുതൽ 280 വരെയുള്ള പോത്തോട്ടിലാണ് ഈ പ്രാവശ്യം ലോഡിനകത്തുള്ള. കൂടുതലുള്ള 300 മുകളിലുണ്ട്. 300 അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. 300 കൂടുതൽ ഇപ്പം നിലവിലുണ്ട്. ഓ ശരി. അപ്പോൾ അത് നമുക്ക് പെരുന്നാളിനൊക്കെ ഉള്ളത്, പെരുന്നാൾ ഈ ചെറിയ സമയത്തേക്ക് ഒരു 6 മാസം 5 മാസം സമയം കൊണ്ട് വലിയ പെരുന്നാൾ വന്നല്ലോ. കണക്കാക്കിയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നു. ഓ അതായത് നമുക്കിപ്പോൾ ഒരു 6 മാസം പെരുന്നാൾ വന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു 300 എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് ഒരു 10-600 മുകളിലോട്ട് നമുക്ക് വളർത്തി എഴുതാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പൊത്തുമുണ്ട്. പിന്നെ നമ്മുടെ ഈ കാണുന്ന ചെറുതുണ്ട്. ചെറുത് ശരിക്കും കുറവല്ലേ? എല്ലാം കുറവാണ്. അപ്പൊ നമ്മളിപ്പോ കൂടുതൽ ഇരിക്കുന്നത് 150 മുകളിലോട്ടുള്ളതാണ്. ഇതുണ്ട്, ഇത് നമുക്ക് ചെറുതല്ലേ? ഇതൊരു ചെറിയ കുട്ടിയുണ്ട്. 1-2 ചെറുതേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ വലിയ. നമുക്ക് അവിടെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. കാരണം ഡാമേജ് എന്തെങ്കിലും ഡാമേജ് കൂടുതൽ ചത്തുവാൻ സാധ്യത കൂടുതൽ. ഓ ശരി. വണ്ടിക്ക് 6 ദിവസത്തോളൊക്കെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് വരുന്നല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് വലിയ കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. കർഷകർക്കും അതാണ് ഏറ്റവും നല്ലത്. വലുതുടെ അത്യാവശ്യം തീറ്റ എടുക്കാൻ തുടങ്ങിയ പരിപാടി കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഗുണമാണ്. ഓക്കെ. അതായത് എന്താ പറയുക, കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങും. പിന്നെ അസുഖങ്ങൾ അങ്ങനെ വരാൻ ചാൻസും കുറവാണല്ലേ? കുറവാണ്. അപ്പൊ അങ്ങനെ വലുതിനെ കൊണ്ടുപോകുന്നതായിരിക്കും കർഷകർക്ക് നല്ലത്. ഓക്കെ.